ഞെളിയൻ പറമ്പിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനം കോഴിക്കോടിനുള്ള സമ്മാനമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഞെളിയൻ പറമ്പിലെ ബ്രഹ്മപുരത്തിന് സമാനമാക്കി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ ശുചിത്വ പദ്ധതിയായ അഴക് 2ാം ഘട്ടം ലോഞ്ചിങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്ത് നഗരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള കോർപ്പറേഷൻ കൗൺസിലിന്റെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും നിരന്തര പരിശ്രമവും നിസ്വാർത്ഥ സേവനവുമാണ് കോഴിക്കോടിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലാളികൾ, കുടുംബശ്രീ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ശുചിത്വ നഗരമായതോടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. കൂടുതൽ വൃത്തിയോടെ നഗരത്തെ കാത്തു സൂക്ഷിക്കണം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് മലയാളികൾ. വൃത്തിയുടെ കാര്യത്തിൽ നാം മുൻപന്തിയിലാണ്. പുതുതലമുറയെ കൂടി വൃത്തിയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പൊതുയിടങ്ങളിലെ വൃത്തി എന്നുള്ളത് ജീവിതചര്യയായി ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം മാറി, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെയാണ് അഴക് വേർഷൻ 2 എന്ന പദ്ധതിയുടെ പ്രാധാന്യം. നിരന്തര ബോധവൽക്കരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ യുവതലമുറയും നൂതന സങ്കേതങ്ങളെയും നാം ഇതിനായി എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് പരിശോധിക്കും. ലോകത്തെ പല രാജ്യങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ മാലിന്യ സംസ്കരണമായിക്കൊള്ളട്ടെ, വൃത്തിയായി ഒരു പ്രദേശത്തെ സൂക്ഷിക്കുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, ന്യൂ ജനറേഷൻ, പുതിയ തലമുറ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു ട്രെൻഡ്. വൃത്തി കോൺക്ലേവിൽ സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് സ്നേഹാദരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ജീവനക്കാർക്ക് മന്ത്രി കോർപ്പറേഷൻ കൗൺസിലിന്റെ ഉപഹാരം സമ്മാനിച്ചു. കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA, മുൻ MLA എ പ്രദീപ് കുമാർ, ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.